ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ആഴ്ചവട്ടത്തിൻ്റെ പുതിയ ദിവസത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷമായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആയിരുന്ന മേഖലകളിലൊക്കെ ഈ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ദൈവിക സന്ദേശം കേൾക്കുവാൻ തയ്യാറായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 126 സങ്കീർത്തനം, അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഇതൊരു വാഗ്ദത്ത വചനമാണ്, ഇതൊരു പ്രവചന ശബ്ദമാണ്. ഇത് ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ സന്തോഷത്തിൻ്റെ ചില കൊയ്ത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുവാൻ പോകുകയാണ്. പലരും നിങ്ങളെ നോക്കി പറഞ്ഞു കാണും, ഇനി ഒരിക്കലും ഒരു നന്മയും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, ഒരു കൊയ്ത്തും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിനക്ക് കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് വചനം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ദൈവസന്നിധിയിൽ കരയുന്നവരുണ്ടോ? ദൈവസന്നിധിയിൽ നെടുമ്പാറ വീഴുന്നവരുണ്ടോ? വചനത്തിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ് വിലപിച്ച് ദുഃഖിച്ച് ആമേൻ ദൈവസന്നിധിയിൽ മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനകൾ ഒരിക്കലും വിഫലമായി പോകത്തില്ല. നിന്റെ കണ്ണുനീര് ഒരിക്കലും നിന്റെ ദേഹത്തല്ല വീണത്, അത് യേശുവിന്റെ കരത്തിലാണ് വീണത്. ഓരോ തുള്ളിക്കും അവൻ ഉത്തരം തരിക തന്നെ ചെയ്യും. അവൻ ഈ ദിവസങ്ങളിൽ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരു നന്മയും ഒരു കൊയ്ത്തും എൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഞാൻ കൈവച്ചാലും പരാജയത്തിന്റെ കയ്പുനീർ മാത്രമാണ് ഞാൻ കുടിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചന ശബ്ദത്തിൽ വിളിച്ചു പറയുക, നിന്റെ കണ്ണുനീരിനെ ജലാശയമാക്കി മാറ്റുവാൻ, നിന്റെ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റുവാൻ, നിന്റെ കണ്ണുനീരിനെ ദൈവിക അഭിവൃദ്ധിയിലേക്ക് മാറ്റുവാൻ, നിന്റെ കണ്ണുനീരിനെ ദൈവത്തിന്റെ കൊയ്ത്തിലേക്ക് മാറ്റുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രവചന ശബ്ദത്തെ ഏറ്റെടുത്തിട്ട് വിളിച്ചു പറ, ഞാൻ ദൈവത്തിന്റെ കൊയ്ത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും താഴ്ച പ്രാപിക്കത്തില്ല, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങളുടെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ ഉയർന്നിരിക്കും. ശത്രുക്കളുടെ മുമ്പേ മേശ ഒരുക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നിന്റെ കൊയ്ത്തിന് വേണ്ടി ആമേൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കൊയ്ത്ത് അനുഭവിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിന്റെ അഭിവൃദ്ധി അനുഭവിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് കണ്ട് മാറി കടന്നു പോകുന്ന ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നിന്റെ കണ്ണുനീരിന് കൃത്യമായിട്ട് മറുപടി തന്ന നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ അടുക്കലാണ് നീ ആയിരിക്കുന്നത്. അവന്റെ പേര് നസ്രായനായ യേശു എന്നാണ്. ആ യേശുവിന്റെ അടുക്കലേക്ക് എന്ന് പകൽക്കാലം ചേർന്ന് വരുവാൻ, അവന്റെ വചനത്തിൽ ചേർന്ന് നിൽക്കുവാൻ, കൃപ നൽകുവാൻ ദൈവം നിങ്ങൾ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.